ഹലോ ഗൈസ്, രാവിലെ ഒരു 6:30 ആയപ്പോഴാണ് അമ്മ വിളിക്കുന്നത്. എന്നെ ഒന്ന് താഴെ കൊണ്ടാക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ചെറിയ ദേഷ്യത്തോടെ ആണെങ്കിലും പെട്ടെന്ന് നീച്ചിട്ട് അമ്മേനെ താഴെ കൊണ്ടാക്കി. സാധാരണ ഒരു 7:30 ഞാൻ നീക്കാൻ തന്നെ. ഇന്നിപ്പോൾ നേരത്തെ നീച്ചുകൊണ്ട് കുറച്ചും കൂടി അധികം സമയം പഠിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ച് നമ്മൾ പഠിക്കാനിരുന്നു. നമുക്ക് ശരിക്കും ക്ലാസ് 9 മണിക്കേ ഉള്ളൂ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കുറച്ച് സമയം എൻ്റെ വൈഫൈ ഡൗൺ ആയതുകൊണ്ട് എനിക്ക് ക്ലാസ് മിസ്സായി. അപ്പോൾ അതിരുന്ന് കണ്ട് നോട്ടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. എന്നാലേ ഇന്നത്തെ ക്ലാസ് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത്രയാണ് പഠിച്ചത്, ഇനി ഇത്രയും കൂടി പഠിക്കാൻ എത്ര ദിവസം എടുക്കും? അതേപോലെ തന്നെ ഇനിയിപ്പോൾ ആകെ 20 ദിവസം കൂടിയല്ലേ ഉള്ളൂ, എനിക്കൊരു സ്റ്റഡി പ്ലാനർ പറഞ്ഞു തരുമോ? 10 ദിവസം കൊണ്ട് ഫുള്ള് സിലബസ് പഠിച്ചെടുക്കാൻ പറ്റും? ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രോഗ്രഷൻ എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഫാക്കൽറ്റീസ് എത്രമാത്രം പഠിപ്പിച്ചു, അല്ലെങ്കിൽ അവരുടെ സ്റ്റഡി പ്ലാനർ, ഈ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ എന്ത് പറഞ്ഞു തരാനാണ്? അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇതേപോലെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും സ്റ്റഡി പ്ലാനർ ചെയ്ത് കൊടുക്കാൻ നിന്നാൽ ഞാൻ എപ്പോഴാണ് പഠിക്കുക? അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ സ്വന്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തണം. കാരണം ഇതിപ്പോൾ തുടക്കത്തിലുള്ള പേപ്പേഴ്സ് ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ആദ്യത്തെ സ്കില്ലായിരിക്കും. പക്ഷേ ഇനിയും നിങ്ങൾക്ക് കുറേ പേപ്പേഴ്സ് മുന്നിലോട്ടുണ്ടല്ലോ, അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണ്ടേ? അപ്പോൾ അതിന് നിങ്ങൾ ഇപ്പോഴേ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ അത് ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ് സ്റ്റാർട്ടായി. ഇവിടെയാണെങ്കിൽ അമ്മമ്മ കൂടുതൽ ജ്യൂസ് ഐറ്റംസ് ആണ് കുടിക്കുക. ഇപ്പോൾ എല്ലാ ദിവസവും എനിക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് കൊണ്ടു തരും. ഇതുവെല്ലാം ഹോസ്റ്റലിൽ പോയാൽ നടക്കുമോ? അപ്പോൾ ഇതൊക്കെ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഓൺലൈൻ ക്ലാസ് അങ്ങനെ പറ്റേ കൊള്ളില്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 11:25 ഒക്കെ ആയപ്പോൾ നമുക്കൊരു 20 മിനിറ്റ്സ് ബ്രേക്ക് കിട്ടി. ഞാൻ ഈ ഒരു ടൈമിൽ പോയിട്ട് കുളിച്ച് ഫ്രഷായി വരാറാണ് പതിവ്. കാരണം ഒന്ന് ഫ്രഷ് ആവണമല്ലോ, ഇത്രയും നേരം ക്ലാസ്സിൽ ഇരുന്നല്ലേ. അപ്പോൾ അങ്ങനെ വന്നിട്ട് എനിക്കൊരു റീൽ ഓട്ടോമേറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ നിന്ന് കയറിയിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. 1 മണി വരെയാണ് നമുക്ക് ക്ലാസ് ഉള്ളത്. ലൈവ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ബോറടിക്കുന്നൊന്നുമില്ല. ലൈവ് ആണെന്ന് മാത്രമല്ല, വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആണ്. ലൈക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യണം, എന്നാലേ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെയാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഈ റെക്കോർഡ് വാങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൊരു ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ബോറടിക്കുമായിരുന്നു. സോ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഒരു 1 o'clock ഒക്കെ ആയപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് തിരിച്ചു വന്നു. കാരണം ഇന്ന് കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ വെർഗോ ചെയറിൻ്റെ റിവ്യൂ ആണ്. ഈ വീഡിയോ ഓൾറെഡി അപ്ലോഡറാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐക്കണിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അവിടെ നിന്ന് കയറി വീഡിയോ കാണാം കേട്ടോ. ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാനൊരു 1.5 മണിക്കൂർ കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഒരു 5:30 ആയപ്പോൾ നീച്ച് ചായ കുടിച്ച് നമ്മൾ നേരെ ജിമ്മിലേക്ക് വന്നതാണ്. ഇനിയിപ്പോൾ ഞാനൊരു 8 മണിയൊക്കെ വരെ ഇവിടെ തന്നെ ആയിരിക്കും. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ആകെ മേലനങ്ങി ഒരു പണിയെടുക്കുക എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ലാത്തപ്പോൾ നിങ്ങൾ കാണുന്നതല്ല എൻ്റെ ഡെയിലി മൈ ലൈഫൊക്കെ. എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ കിടക്കുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക, ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു. എൻ്റെ ജിമ്മിലുള്ള ഒരാൾ നമ്മുടെ മാക്ബുക്കിൻ്റെ ആ വീഡിയോ ഇല്ലേ, ആ വീഡിയോ കണ്ടിട്ട് എന്നെ റെക്കഗ്നൈസ് ചെയ്ത് വന്ന് പറഞ്ഞു, നല്ല വീഡിയോ ആയിരുന്നു, ഇങ്ങനെ ഒരു ലാപ്ടോപ്പ് നോക്കിയപ്പോൾ തന്നെ ആ വീഡിയോ വന്നു എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ നാട്ടിൽ, ലൈക്ക് നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരൊന്നും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീരെ ഒരു എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. എനിവേയ്സ്, ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്തത് ചെസ്റ്റിനും ട്രൈസെപ്സിനുമാണ്. അത് കഴിഞ്ഞ് 10 മിനിറ്റ്സ് വാക്കിങ്ങും ചെയ്തു. പെട്ടെന്ന് വർക്കൗട്ടൊക്കെ തീർത്ത് ജിമ്മിൽ നിന്ന് ഇറങ്ങി. കാരണം ഇന്ന് കുറച്ച് ഷോപ്പിംഗ് പരിപാടികളും കൂടി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് 2 ട്രേ എഗ്ഗ് മേടിച്ചു. കാരണം ഞാൻ ഈ ഒരു മാസം തൊട്ട് ജസ്റ്റ് ഡയറ്റൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കുറേ കാലമായാലും ജിമ്മിന് പോകുന്നു. അങ്ങനെ വീട്ടിലെത്തി ഒരു 8:30 ഒക്കെ ആയി. ഞാനൊന്ന് കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഈ ഒരു ടൈം ആവും ഞാൻ ജിമ്മിൽ നിന്ന് വരാൻ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 10 ബഡ്ജറ്റിംഗ് ആണ്. എൻ്റെ പ്ലാനിലില്ല, പക്ഷേ ടൈം കിട്ടുകയാണെങ്കിൽ ചാപ്റ്റർ 11 കൂടി ഒന്ന് വായിച്ചു വെക്കണമെന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു സ്റ്റഡി പ്ലാനർ ചോദിക്കുന്നതിന് പകരം ആ സെയിം മെസ്സേജ് നിങ്ങളുടെ ഫാക്കൽറ്റിക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ മടിക്കുന്നത്? അതേപോലെ തന്നെ സിലബസിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു എമൗണ്ട് കൊടുത്തോടെ പഠിക്കുന്നത്. ഇറ്റ്സ് ദെയർ ഡ്യൂട്ടി. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കാര്യം അറിയുന്നില്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളത് അവരോട് പറയാതെ അവർക്കത് അറിയാൻ പറ്റില്ല. എക്സാം എഴുതാൻ പോകുന്നത് നിങ്ങളാണെന്നൊരു ബോധം മനസ്സിൽ വേണം. ഇപ്പോൾ ബഡ്ജറ്റിംഗ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് പഠിക്കാൻ പോണത്. ഇതൊരു 5-6 പേജൊക്കെ ഉള്ളൂ. നമുക്ക് ഇന്ന് പഠിച്ച് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് പഠിച്ച് തീർക്കാൻ വേണം. കുറച്ച് ടൈമും എനർജിയും ബാക്കിയുള്ളത് കൊണ്ട് ആ ഒരു ചാപ്റ്റർ 11 കൂടി പഠിച്ചു തീർക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ നാളത്തേക്കുള്ള ലോഡ് അത്രയും കുറഞ്ഞു. ഒരു പക്ഷേ നാളെ എന്നെ കൂടി തന്നെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റിയിട്ടില്ലെങ്കിലോ? അപ്പോൾ അങ്ങനെ അതൊക്കെ നിർത്തി വെച്ച് ഞാൻ പെട്ടെന്ന് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. ഒരു 11:10 ആയപ്പോൾ എഡിറ്റിംഗ് തുടങ്ങി. ആ വെർഗോയിൻ്റെ സെയിം വീഡിയോ തന്നെയാണ്, അതിനി എഡിറ്റിംഗ് ചെയ്യണം. രാവിലെ നമ്മൾ ജസ്റ്റ്
വോയിസ് ഓവർ കൊടുത്തു, അതേപോലെ തന്നെ ട്രാൻസ്ലേഷൻസ് ഒക്കെ ആഡ് ചെയ്തു. ഇന്നത്തെ ഒരു ഡേ കറക്റ്റ് എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് പോകാൻ പറ്റി. എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. ഇനിയുള്ള 21 ദിവസവും ഇതേപോലെ പ്ലാൻ അനുസരിച്ച് പോകാൻ പറ്റുമെങ്കിൽ എനിക്ക് ഒരു ടാസ്കും സ്കിപ്പ് ചെയ്യാതെ എക്സാമും പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.